اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 58ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നൂറിനുണ്ടാകുന്ന വെളിപാടിനെ കുറിച്ചും ഉൾക്കാഴ്ചയുടെ തീരുമാനത്തിനെ കുറിച്ചും ഹൃദയം അത് നടപ്പിലാക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു അല്ലെ? അതെല്ലാം സംസാരിച്ചത് അതെ. ഇനി അതിൻ്റെ ബാക്കി, ആ നിലക്ക് ഒരു മനുഷ്യന്റെ ഹൃദയം ആയിക്കഴിഞ്ഞാൽ അവൻ ഏത് രൂപത്തിലാകണമെന്നാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ലാ തുഫിരിഹക ത്വഅതു ലിഅന്നഹാ ബറസത് മിൻക വഫ്റഹ് ബിഹാ ലിഅന്നഹാ ബറസത് മിനല്ലാഹി ഇലൈക ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. ലാ തുഫിരിഹക, നിന്നെ സന്തോഷിപ്പിക്കാതിരിക്കട്ടെ. അത്വാഅത്തു, നീ അല്ലാഹു തആലക്ക് ചെയ്യുന്ന ആരാധന ഉണ്ടല്ലോ, അത് നിന്നെ എന്ത് ചെയ്യാതിരിക്കട്ടെ, സന്തോഷിപ്പിക്കാതിരിക്കട്ടെ. എങ്ങനെ? ലി അന്നഹ, നിശ്ചയമായിട്ടും ആ ആരാധന അത് ബറസത്ത് മിൻക, അത് നിന്നിൽ നിന്നാണ് വെളിപ്പെട്ടത് എന്ന നിലക്ക്. ആ ഇബാദത്തും ആ ആരാധനയ്ക്ക് അത് നിന്നിൽ നിന്നാണ് ഉണ്ടായത് എന്ന നിലക്ക് നിനക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സന്തോഷം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും മറ്റ് ഏത് കർമ്മങ്ങളാണെങ്കിലും അത് നിന്നിൽ നിന്നാണ് അത് ഉണ്ടായത് എന്ന നിലക്കുള്ള സന്തോഷം നിനക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഒന്നുകൂടി, ലാ തുഫിരിഹക, നിന്നെ സന്തോഷിപ്പിക്കാതിരിക്കട്ടെ. അത്വാഅത്തു, അല്ലാഹു തആലാക്ക് ചെയ്യുന്ന ആരാധന നിന്നെ സന്തോഷിപ്പിക്കാതിരിക്കട്ടെ. ലിഅന്നഹ, നിശ്ചയമായിട്ടും ഈ ആരാധന അത് ബറസത്ത് മിൻക, നിന്നിൽ നിന്നാണത് വെളിപ്പെട്ടത് എന്ന കാരണത്തിന് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സന്തോഷം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇബാദത്ത് ചെയ്യുമ്പോൾ സന്തോഷിക്കണ്ടേ? സന്തോഷിക്കണം. അതെങ്ങനെയാണ്? അതാണ് എൻ്റെ ബാക്കി പറയുന്നത്. വഫ്റഹ് ബിഹ, ആ ആരാധന കൊണ്ട് നീ സന്തോഷിക്കുക. കാരണം എന്താണ്? ലി അന്നഹ, നിശ്ചയമായിട്ടും ആ ആരാധന അത് ബറസത്ത് മിനല്ലാഹി ഇലൈക, നിന്നിലേക്ക് അള്ളാഹുവിൽ നിന്ന് എന്ത് ചെയ്തതാണ്, വെളിപ്പെട്ടതാണ് എന്ന നിലക്ക് നീ എന്ത് ചെയ്യാ, സന്തോഷിക്കാൻ. നിനക്ക് സ്വന്തമായി ചെയ്യാൻ കഴിവുണ്ടെങ്കിലാണ് നിനക്ക് സന്തോഷിക്കാൻ അധികാരമുള്ളൂ. നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിവും ശേഷിയും ഉണ്ടെങ്കിലേ നമ്മളത് കണ്ട് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കഴിവും ശേഷി ആർക്കാണ്? ഹൗലും കൂവത്തും ആർക്കാണ്? അല്ലാഹു തആലാക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നീ നിന്റെ ഇബാദത്ത് കൊണ്ട് സന്തോഷിക്കുമ്പോ അത് അല്ലാഹു തആല എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. സത്യത്തിൽ ഇതിന്റെ ഫായിൽ ആരെന്നെയാണ്? അല്ലാഹു തആല തന്നെയാണ് എന്ന ബോധം നിനക്ക് ഉണ്ടെങ്കിൽ നിനക്ക് സന്തോഷിക്കാം. കാരണം അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലാഹു ഖലഖക്കും, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു, വമാ തഅമലൂൻ, നിങ്ങളെ പ്രവൃത്തിയെയും ആര് സൃഷ്ടിച്ചതാണ്? അല്ലാഹു തആല സൃഷ്ടിച്ചതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്റെ തല കൊണ്ട് ഓരോ ആംഗ്യങ്ങളും കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് ആരാ ചലിപ്പിക്കുന്നത്? അല്ലാഹു തആല കുൻ എന്ന് പറയുന്ന സ്വിച്ച് കൊണ്ട് ചലിപ്പിക്കാണ്. നമ്മൾ അതിനനുസരിച്ച് ചലിക്കുന്ന വെറും ഒരു പാവ മാത്രമാണ്. അതുകൊണ്ട് ഏത് ആരാധനയിലും നമ്മൾ നമ്മളെ കാണാൻ പാടില്ല. ആരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? അള്ളാഹുവിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലാവുണ്ടോ? എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങള് ഒരായത്ത് കൊണ്ടുവരുന്നുണ്ട്. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ബി ഫളില്ലാഹി, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും, വബി റഹ്മത്തിഹി, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും,
ഫബിദാലിക, അതുകൊണ്ട് ഫല്യഫ്രഹു, അവര് സന്തോഷിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അവരെന്ത് ചെയ്യട്ടെ, സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ, അത്, ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ സമ്പാദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ ഖൈറാണ് ഏത്? അള്ളാഹു താലാന്റെ ഔദാര്യത്തിലും അള്ളാഹു താലാന്റെ റഹ്മത്തിലും എന്ത് ചെയ്യുക, സന്തോഷിക്കുക എന്നുള്ളത്. ഇപ്പൊ എന്തേ മനസ്സിലായി? അള്ളാഹുവിന്റെ ഔദാര്യവും റഹ്മത്തും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു സന്തോഷമാണ് നിനക്ക് വേണ്ടത്. അള്ളാഹുവേ, എന്റെ റബ്ബ് എനിക്ക് ഇശാ നിസ്കാരക്കുള്ള തൗഫീഖ് തന്നല്ലോ. എത്രയോ മനുഷ്യന്മാര്, എത്രയോ ആളുകള് അവിടെ തന്നെ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്. എന്റെ പ്രായത്തിൽ, എന്നേക്കാൾ കുറവുള്ള പ്രായത്തിലുള്ള എത്ര ആൾക്കാരുണ്ട്. എന്നാൽ എനിക്ക് നമ്മുടെ പള്ളിയിൽ ഒന്ന് സുഖമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് ഉണ്ടായാലേ. മാത്രല്ല, ഇതുപോലത്തെ ഒരു ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാനും, പരിശുദ്ധമായ റമളാനിൽ നോമ്പ് നോൽക്കാനും സക്കാത്ത് കൊടുക്കാനും എന്റെ മാതാപിതാക്കളെ എനിക്ക് നോക്കാനൊക്കെ റബ്ബിനിക്ക് തൗഫീഖ് തന്നില്ലേ. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം. ഇതൊന്നും നമ്മളെ പ്രവൃത്തിയല്ല, ഇതൊക്കെ നമ്മളെ റബ്ബ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്. എന്നാ എത്രയോ മനുഷ്യന്മാര് റബ്ബിനെതിരായ ആൾക്കാരില്ലേ, അവരിലേക്ക് നമ്മൾ നോക്കുക. ഒരു പ്രാവശ്യം പോലും അല്ലാ എന്ന് പറയാത്ത മനുഷ്യന്മാരുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാത്ത മനുഷ്യന്മാരുണ്ട്. ദീനിന്റെ മാധുര്യം അറിയാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അല്ലാഹു തആല എത്രമാത്രം ഔദാര്യവും റഹ്മത്തുമാണ് തന്നിക്കുന്നത്. ആ നിലക്കുള്ള സന്തോഷമാണ് ഒരു വിശ്വാസിക്ക് എന്ത് ചെയ്യേണ്ടത്, ഉണ്ടായിരിക്കേണ്ടത്. ഞാൻ എപ്പടുത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ് അദ്ദേഹം. ആ കാലഘട്ടത്തിലെ കുത്തുബും ഗൗസുമായിരുന്നു അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു. അദ്ദേഹത്തിന്റെ ഇബ്രീസ് എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ഒരു കിതാബുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഒരു ഉപ്പയുടെ ഇന്ദ്രിയം ഒരു ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ആ ഉമ്മാന്റെ ബീജത്തിലും ഉപ്പാന്റെ ബീജത്തിലും 2 മലക്കുണ്ടെന്ന്. ഉമ്മാന്റെ ബീജത്തിലുണ്ട്, ഉപ്പാന്റെ ബീജത്തിലും മലക്കുണ്ട്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ആണാണെങ്കിൽ അവിടെ ആണുണ്ടാകുന്നു, പെണ്ണാണെങ്കിൽ അവിടെ പെണ്ണുണ്ടാകുന്നു. എന്നിട്ട് ആ ഗർഭാശയത്തിലേക്ക് എത്തിയത് മുതൽ പിന്നെ ആരാണ്? മലായിക്കത്തിന്റെ പരിപാലനം അവിടെ നടക്കുന്നുണ്ട്. ആരാണ് ആ മലായിക്കത്തിനെ അവിടെ നിയോഗിച്ചത്? പടച്ച റബ്ബാണ്. ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണിന്റെ ആദ്യം എന്തായിരുന്നു? ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നു, പിന്നതോ രക്തത്തുള്ളിയായി, രക്തകഷ്ണമായി, അതുപോലെ തന്നെ പിന്നെ മാംസകഷ്ണമായി, പിന്നെ കസൗനൽ ഇളാമൽ അഹ്മ, എല്ല് അതിനെ പൊതിഞ്ഞു. ഇങ്ങനെ മനുഷ്യരൂപമായി ഓരോ സെക്കൻഡിലും മലായിക്കത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പ്രത്യേകമായ ശുശ്രൂഷ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് പോഷകാഹാരം വേണ്ടത്, അതൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മലായിക്കത്ത് നടത്തുന്നത്. ആരാണ് ഇതിനെ ഏൽപ്പിച്ചത്? പടച്ച റബ്ബാണ് ഏൽപ്പിക്കുന്നത്. ആ കുട്ടി പുറത്തേക്ക് വരുമ്പോ ആ കുട്ടിനെ ഹിഫ്ള് ചെയ്യാനുള്ള ഹാഫിളീങ്ങളാകുന്ന മലായിക്കത്തും ആരെന്നെയാണ്? അവരെന്നെയാണ്. നമുക്കൊക്കെ ഇപ്പൊ മുഹമ്മദ് വയസ്സാകുന്ന എന്നെ ഹിഫ്ള് ചെയ്യാൻ അല്ലാഹു തആല മലായിക്കത്തിനെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മലായിക്കത്തുണ്ട്, ശൈത്താനും ഉണ്ട്, എല്ലാരും കൂടിയ മലായിക്കത്തുണ്ട്, ശൈത്താനും ഉണ്ട്. നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ എന്തുണ്ട്? ഹാഫിളീങ്ങളാകുന്ന മലായിക്കത്തുണ്ട്. ഇത് എപ്പോഴാണ് നടത്തുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. ഒരു ഉപ്പാന്റെ ഇന്ദ്രിയം ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ചെല്ലണ സമയം മുതൽ ഓരോ സെക്കൻഡിലും അല്ലാഹു തആല മലായിക്കത്തിന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ റഹ്മത്തല്ലാതെ നമ്മുടെ ഫضل കൊണ്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? നമ്മൾ കുറെ ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹിന്റെ ദർജ കൊണ്ട് അങ്ങനെ കൂടുവോ? ഇല്ല, അങ്ങനെ ഉണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ പള്ളിക്കൊന്ന് ഭയങ്കരമായിട്ട് ഖുർആൻ ഓതിയിട്ട് അള്ളാഹിന്റെ ദർജ കൊണ്ട് കൂടി മേലക്കെത്തോ? ഇല്ല. നമ്മൾ ചെല്ലിയിലാച്ചിട്ട് അള്ളാഹു തആലാക്ക് വല്ല കുറവും വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ ലോകത്തിന്റെ ഓരോ ചലനങ്ങളും അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. ആ ഒരു മനസ്സ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് അവനക്ക് എല്ലാം ഒരുപോലെയാണ്. ഞാൻ മുമ്പൊരിക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമും അവിടുത്തെ ഹവാരിയങ്ങളും നടന്നു പോകുന്ന സമയത്ത് ഒരു സമുദ്ര തീരത്തെത്തിയപ്പോ അനുചരന്മാരൊക്കെ അവിടെ നിന്നു. ഈസാ നബി കൂളായി വെള്ളത്തിന് മേലെ കൊണ്ട് നടന്നുപോയി. അതിൽ ഈ ഒപ്പമുള്ള ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം കൂളായി റോട്ട് കൊണ്ട് നടക്കും പോലെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാം തിരിച്ചു വന്നിട്ട് ഈ അനുയായികൾ ചോദിച്ചു, എന്ത് അത്ഭുതമാണ് നിങ്ങൾ കാണിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് അതൊക്കെ സാധിക്കുന്നത് എന്ന് ചോദിച്ചാലോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു കയ്യില് സ്വർണവും ഒരു കയ്യില് മണ്ണും കട്ടിയെടുത്തു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിന്റെ വലത്തെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അത് സ്വർണ്ണാണ്. ഇടത്തെ കയ്യിൽ ചോദിച്ചു, അത് സ്വർണ്ണക്കട്ട മറ്റേ മണ്ണും കട്ടയാണ്. എന്നാ എനിക്കിത് രണ്ടും മണ്ണും കട്ടയാണ്, ഞാൻ ഇത് രണ്ടിനും ഒരേ മൂല്യമാണ് കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുൽ അക്ബർ മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളായിരുന്നു. ലോകം അറിയപ്പെട്ട മഹാനാണ്, അള്ളാഹുവിന്റെ ആരിഫാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു മാരിഫത്തിന്റെ ഒരു അതിലുള്ളതായ ശുഹ്റത്ത് കണ്ടപ്പോ ഡമസ്കസിലെ ഒരു രാജാവ് മൂപ്പർക്ക് എന്ത് ചെയ്തു, ഒരു കൊട്ടാരം സമ്മാനിച്ചു. ഈ കൊട്ടാരം ഇങ്ങനെ എടുത്തോളിന്ന്. ആരോട്? ഇബ്നു അറബി തങ്ങളോട്. മൂപ്പരത് വാങ്ങി, മൂപ്പരത് ആ കൊട്ടാരം വാങ്ങി. അങ്ങനെ അടുത്ത ദിവസം മൂപ്പര ആ കൊട്ടാരത്തിന് അമ്മരത്തിങ്ങനെ ഇരിക്കുമ്പോ ഒരു യാചകൻ വന്നിട്ട് എനിക്ക് വല്ലവും തരണേന്ന് ചോദിച്ചു. വല്ലവും തരണേന്ന്. മൂപ്പര പറഞ്ഞു, എൻ്റെ അടുത്ത് ഒന്നും തരാനല്ല, ഇന്നലെ ഒരു രാജാവ് എനിക്കൊരു കൊട്ടാരം അത് എടുത്തു പറഞ്ഞു. എൻ്റെ അടുത്ത് ഒന്നും തരാനല്ല, ഇന്നലെ എനിക്കൊരു രാജാവ് സമ്മാനിച്ചതാണ് ഈ കൊട്ടാരം, അത് എടുത്തു പറഞ്ഞു. അപ്പൊ ഓലൊരു മെന്റാലിറ്റിയിൽ ഈ കൊട്ടാരത്തിന്റെ വലിപ്പം എത്ര, ഓലെത്ര വിലയപ്പോ ഇതിന് കണക്കാക്കുന്നത്. ഒരു യാചകൻ വന്നിട്ട് വല്ലതും തരണേന്ന് ചോദിച്ചപ്പോ മൂപ്പര തീർത്താണ് കൊടുത്തു. അപ്പൊ അത്രേ ഉള്ളൂ. എന്ത്? കാരണം ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ തഹത്തിലാണ്. നമ്മള് ഈ ബഹുമാനപ്പെട്ട അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന കിതാബില് ലാ ഹൗല ലേഹ്യം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ദിക്റിന്റെ ശ്രേഷ്ഠത പറയുന്നതാണ്. അതിനെക്കുറിച്ച് കിതാബിൽ കാണാം. അത് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് സൂക്ഷിച്ച ഒരു നിധി കുംഭമാണ് ശരിക്കേത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? എല്ലാം അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് നടക്കുന്നുള്ളൂ. അതിന്റെ ആശയം അതാണ്. അത് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തുള്ള ഒരു നിധി കുംഭമായിട്ടാണ് മഹാന്മാരാകുന്ന ആളുകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുന്നു. അത് ശരിക്കും ഒരു മനുഷ്യൻ ഹൃദയം കൊണ്ട് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തേ പറഞ്ഞു അത് അള്ളാഹു താല അങ്ങോട്ട് എന്ത് ചെയ്യും, നടപ്പിലാക്കി കൊടുക്കും. ഞാൻ ഒരു ചരിത്രം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ഡമസ്കസ് പട്ടണത്തിൽ കൂടെ നടന്നു പോവുകയാണ്. അപ്പോ ഒരു ഇമാമ്, പള്ളിയിലെ ഇമാമ് ഭയങ്കര ദുആ. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ ആമീൻ ആമീൻ എന്ന് പറയുന്നുണ്ട്. ആ ദുആ കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്ത്, ഇബ്നു അറബി തങ്ങൾക്ക് ഇയാള് പൈസക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, ദ്വാരക്കണത്. മനസ്സിലാവണം, പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ എന്ത് ചെയ്യണത്, ദ്വാരക്കണത്. ഉള്ളിലൊന്നും എന്തില്ല, ഒന്നുമില്ല, ആൾക്കാരെ പൊട്ടിച്ചാക്കുന്ന പരിപാടിയാന്ന് എന്ത് ചെയ്ത് തിരിഞ്ഞു. ആ സമയത്ത് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഒന്നിങ്ങനെ നോക്കിയിട്ട് ഒരു സ്ഥലത്ത് പോയി നിന്നു. എന്നിട്ട് പറഞ്ഞു, ആ ദ്വാരക്കുന്ന ആളെ പടച്ചോനെ ഞാൻ എന്റെ കാലിന്റെ കീഴിലാക്കിയിരിക്കുന്നു, ആ പടച്ചോ എന്റെ കാലിന്റെ കീഴിലുള്ളത്. ദ്വാരക്കുന്ന ആളുടെ പടച്ചോനെ ഞാൻ എന്റെ കാലിന്റെ കീഴിലാക്കിയിരിക്കുന്നു, അയാളെ പടച്ചോൻ എന്റെ കാലിന്റെ കീഴിലാണെന്ന്. അതിൽ ഈ ആൾക്കാര് ദ്വാരക്ക് നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു കല്ലെറിഞ്ഞു. ഒരു അഭിപ്രായ പ്രകാരം ആ കല്ലേറിലാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്, രോഗബാധിതനായി അങ്ങനെ വഫാത്തായത്. സംഭവം തിരിഞ്ഞിക്കണം. മൂപ്പര കല്ലെറിഞ്ഞു, പക്ഷെ മൂപ്പരൊന്നും മുണ്ടില്ല, തിരിച്ചുപോയി. അത് മൂപ്പര പറഞ്ഞ വാക്ക് ആ നാട്ടുകാർക്ക് അത് മനസ്സിൽ കൊണ്ടു. എന്താണ്, ആ ദ്വാരക്കുന്ന ആൾ നിങ്ങളെ പടച്ചോന്റെ കാലിന്റെ കീഴിലാണ്, ആ പടച്ചോന്റെ കാലിന്റെ കീഴിലുണ്ട് എന്നാണ്. അങ്ങനെയാണ് ആര്, സുൽത്താൻ സലീം എന്ന് പറയുന്ന രാജാവ് ഷാമ് പിടിച്ചടക്കിയപ്പോ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞ ആ സ്ഥലത്ത് വെച്ച് പറഞ്ഞ ആ വാക്ക് മൂപ്പർക്ക് മനസ്സിലായി എന്താന്നുള്ളത്. ഇബ്നു അറബി റളിയല്ലാഹു അൻഹു നിന്ന ആ സ്ഥലം ഉണ്ടല്ലോ, എന്ത്, ദ്വാരക്കൻ ആളോട് പറഞ്ഞ എന്റെ പടച്ചോന്റെ കാലിലോട്ടിലെന്ന്. അവിടെ ബഹുമാനപ്പെട്ട സുൽത്താൻ സലീം കുഴിക്കാൻ വേണ്ടി പറഞ്ഞു. സുൽത്താൻ സലീം കുഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അവിടെ സ്വർണത്തിന്റെ ശേഖരം കിട്ടിയതാ, സ്വർണത്തിന്റെ ശേഖരം. മൂപ്പൻ എന്താ പറഞ്ഞത്, നിങ്ങളെ പടച്ചോന്ന് പറഞ്ഞ ആരാ, പൈസയാണ്, നിങ്ങളെ ആർക്കല്ല ദ്വാരക്കണത്, അള്ളാഹു താലാക്കല്ല, പൈസക്കാണ്. നിങ്ങളെ പടച്ചോ എന്റെ കാലിന്റെ കീഴിലാണ് എന്നാ പറഞ്ഞത്. അവിടെ എന്തുണ്ട്, സ്വർണ്ണം ഉണ്ട്. നിങ്ങളെ സ്വർണത്തിന്റെ പടച്ചോനാണെന്നാ പറഞ്ഞത് നിങ്ങളെ പടച്ചോന്. ആൾക്കാര് വിചാരിച്ച് നേരെ തിരിച്ചാണ്. അപ്പൊ ആരിഫീങ്ങളാകുന്ന ആളുകള് ഈ മക്കാമിൽ എത്തുന്നത് ഇവരെ കൊണ്ട് ഒരു കഴിവുമില്ല, എല്ലാ കഴിവും അള്ളാഹുവിൽ നിന്നാണ്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും എന്റേതല്ല,
എന്റെ റബ്ബിൽ എന്നിൽ നടപ്പിലാക്കുന്നതാണ് എന്ന് ഹൃദയം കൊണ്ട് ബോധ്യപ്പെട്ട ആൾക്കാരാണ് ആര്? ആരിഫീങ്ങളാകുന്ന ആൾക്കാർ. അതിനെക്കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യണത് പറയണത്. ഒന്നുകൂടി നമുക്കത് വായിച്ചർത്ഥം വെക്കാം. ലാ തുഫിരിഹക, നിന്നെ സന്തോഷിപ്പിക്കാതിരിക്കട്ടെ, അത്വാഅത്തു, ആരാധന, ലിഅന്നഹ, നിശ്ചയമായിട്ടും ആ ആരാധന, ബറസത്ത് മിൻക, നിന്നിൽ നിന്നാണത് വെളിപ്പെട്ടത് എന്ന നിനക്ക് സന്തോഷം നിനക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സന്തോഷിപ്പിക്കാതിരിക്കട്ടെ. എന്നാലോ വഫ്രഹ്, നീ സന്തോഷിക്കുക, ബിഹ, ആ ഇബാദത്ത് കൊണ്ട്, ആ ആരാധന കൊണ്ട്, ലിഅന്നഹ, നിശ്ചയമായിട്ടും ആ ആരാധന, ബറസത്ത് മിനല്ലാഹി ഇലൈക, നിന്നിലേക്ക് അള്ളാഹുവിൽ നിന്ന് എന്ത് ചെയ്തതാണ്, വെളിപ്പെട്ടതാണ് എന്ന നിലക്ക് എന്ത് ചെയ്യണം, നീ സന്തോഷിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോ നമ്മുടെ ഇരുത്തം, നമ്മൾ ഓരോ ഹറക്കാത്ത് സക്കനാത്ത്, നമ്മളെ ശ്വാസം പോലും അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഒരു സെക്കൻഡ് അള്ളാഹു താല അത് എടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ നമ്മള് ദുന്യാവിനെ കുറിച്ച് പറയലുണ്ട്, ദുന്യാവ് ഇവിടെയാണ്, ആഖിറം അവിടെയാണ്. സത്യത്തിൽ ഇവിടെ അവിടെ എന്നൊന്നുമില്ല. ഇവിടെ അവിടെ എന്നൊന്നും അള്ളാഹിനെ സംബന്ധിച്ച് ഇവിടെ അവിടെ എന്നൊന്നുമില്ല. ഇപ്പൊ നമ്മളൊരാൾ മരിച്ചാൽ പറയും അയാള് എന്താണ്, അള്ളാഹുവിങ്കലേക്ക് യാത്രയായിരുന്നു. എന്താ, മൂപ്പര് ഇവിടെ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ സാന്നിധ്യല്ലേ ഉണ്ട്, ഇവിടെ നിൽക്കുന്ന സമയത്തും അള്ളാഹുവിന്റെ സാന്നിധ്യം ഉണ്ട്, അവിടെ പോകുമ്പോഴും അള്ളാഹുവിന്റെ സാന്നിധ്യം ഉണ്ട്, ദുന്യാവിലും അള്ളാഹുവിന്റെ സാന്നിധ്യം ഉണ്ട്, ആഖിറത്തിലും അള്ളാഹുവിന്റെ സാന്നിധ്യം ഉണ്ട്. നമ്മൾ ആ പറച്ചിലാണ് നമുക്ക് എന്ത് ചെയ്യണത്, പിഴവുപറ്റണത്. അള്ളാഹുവിന്റെ സാന്നിധ്യം അല്ലാതെ ഒന്നുമില്ല. നമ്മൾ ഖബറിൽ ചെന്നാലും നമ്മൾ അതിനെന്ത് ചെയ്യണം, ഹുബ്ബോടുകൂടെ അതിനെ വരവേൽക്കാൻ തയ്യാറാകണം. ആരും സഹായിക്കാനില്ലെങ്കിലും ഖബറിലും എൻ്റെ റബ്ബിന്റെ സാന്നിധ്യം എനിക്കുണ്ടാവും. ആ സാന്നിധ്യം ഉണ്ടാക്കാനുള്ള വഴികൾ ഞാൻ ചെയ്യണം. അള്ളാഹുവിന്റെ ദിക്ർ ഒരിക്കലും എന്നിൽ നിന്ന് മറയാൻ പാടില്ല. അപ്പൊ എൻ്റെ റബ്ബിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവും. അതെനിക്ക് അനുഭവപ്പെടും എന്നുള്ള ബോധം അവനക്കുണ്ടായാൽ അവൻ രക്ഷപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സ്വാലിഹീങ്ങളാകുന്ന ആൾക്കാരൊക്കെ മരണത്തിന് പുഞ്ചിരിയോടുകൂടെ വരവേറ്റ എത്രയോ ആൾക്കാരുണ്ട്. അതെന്താണ്, എന്റെ റബ്ബ് ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്, അവിടെയും എൻ്റെ റബ്ബുണ്ട്, എൻ്റെ റബ്ബ് ഒരിക്കലും എന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, മായുന്നില്ല. അത് ഹൃദയം കൊണ്ട് ബോധ്യപ്പെട്ടു, ഹൃദയം കൊണ്ട് അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ എപ്പോഴും സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാഹു തആല ആ ഒരു മഖാമിലേക്ക് എത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.